أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു: എന്നെ സംബന്ധിച്ച് എൻ്റെ ദാസന്മാർ നിന്നോട് ചോദിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, അവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് അവർ എൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ റമദാൻ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം ദുആകൾ സ്വീകരിക്കപ്പെടുന്ന മാസമാകുന്നു. അള്ളാഹു ഈ മാസത്തിൽ പ്രത്യേക അനുഗ്രഹത്താൽ ദുആകൾ സ്വീകരിക്കുമെന്ന് വിളംബരപ്പെടുത്തിയിരിക്കുന്നു. തന്റെ അനുഗ്രഹത്തിന്റെ പ്രത്യേക നീരുറവ തുറന്നു തന്നിരിക്കുന്നു. കാരണം ഇതിൽ ഒരു മനുഷ്യൻ തന്റെ ഓരോ കർമ്മവും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എത്രത്തോളം എന്നാൽ അന്നപാനീയങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞു, സ്വർഗ കവാടങ്ങൾ ഈ മാസത്തിൽ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുകയും ചെയ്യുന്നു. ഈ മാസത്തിൽ ശൈത്താൻ ബന്ധനസ്ഥനാക്കപ്പെടുന്നു. ആയതിനാൽ അള്ളാഹു ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കി തരികയും അതിൽ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മുടെ സൗഭാഗ്യമാകുന്നു. ഇത്തരം അവസ്ഥയിൽ അള്ളാഹുവിൽ നിന്ന് ഇത്തരം അവസ്ഥ ലഭ്യമായതിനു ശേഷവും നമുക്കതിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ ദൗർഭാഗ്യമായിരിക്കും. ലോകത്ത് റമദാൻ മാസത്തിൽ വ്യഭിചാരിയും കൊള്ളക്കാരനും മോഷ്ടാവും ധിക്കാരിയും അധാർമിയുമൊന്നും അവന്റെ ജോലികൾ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്, അവർ തീർച്ചയായും ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ശൈത്താൻ ബന്ധനസ്ഥരാക്കപ്പെടുന്നുവെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് സാത്താനിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? ഇത് വിശ്വാസികൾക്കും അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവർക്കുമുള്ള ഉപദേശമാകുന്നു. അതായത് റമദാൻ മാസത്തെ അള്ളാഹു പറയുന്നു, ഞാൻ പറഞ്ഞതുകൊണ്ട് അനുവദനീയമായ കാര്യങ്ങളിൽ നിന്ന് പോലും തങ്ങളെ വിലക്കുന്നു. നിങ്ങൾക്ക് ഞാൻ സന്തോഷ വാർത്ത നൽകുന്നു. പൊതുവായ അവസ്ഥയിൽ സാത്താൻ അവൻ അവധി ആവശ്യപ്പെട്ടതുപോലെ ഇടത്തും വലത്തും പിന്നിൽ നിന്നും മനുഷ്യനെ ആക്രമിക്കാനും പ്രലോഭിപ്പിച്ച് തന്റെ പിന്നിൽ നടത്താനും
ശൈത്താന് തുറന്ന അവസരമാണുള്ളത്. അവനെ ഇന്ന് ഞാൻ ഇവർക്ക് വേണ്ടി ബന്ധനസ്ഥനാക്കുകയും റമദാൻ മാസത്തിൽ അവനെ കെട്ടിയിടുകയും ചെയ്തിരിക്കുന്നു. അതായത് എന്റെ തൃപ്തിലാക്കാക്കി നോമ്പ് അനുഷ്ഠിക്കുന്നവരെ പൂർണ്ണമായും അവർക്ക് വേണ്ടി അവനെ കെട്ടിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ റംദാൻ മാസത്തിൽ അവനെ കെട്ടിയിടുന്നു. ഇവരെ ഞാൻ പൂർണ്ണമായും എന്റെ സംരക്ഷണത്തിന്റെ കോട്ടയിലാക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ അന്നപാനീയങ്ങൾ കുറച്ചുകൊണ്ട് തങ്ങളുടെ ആത്മീയതയിൽ മുന്നേറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഹദ്രത്ത് മസീമോദ് അലി ഇസ്ലാം ഇത് സംബന്ധിച്ച് പറയുന്നു: ഭൗതിക ഭക്ഷണം കുറച്ചുകൊണ്ട് ആത്മീയ ഭക്ഷണത്തിൽ വർധനവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് റമദാന്റെ ആത്മാവ്, നോമ്പിന്റെ ആത്മാവ്. അള്ളാഹു അത്തരം ആളുകളുടെ സാത്താനെ പൂർണ്ണമായും ബന്ധനസ്ഥനാക്കുന്നു. പിന്നെ അള്ളാഹു ഇങ്ങനെയും പറഞ്ഞിരിക്കുന്നു: നോമ്പുകാരനുള്ള പ്രതിഫലം ഞാൻ തന്നെയാകുന്നു. ഇത് എത്ര വലിയ സുവാർത്തയാണ്! ആയതിനാൽ നമുക്ക് ഇതിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് വേണ്ടി സ്വർഗീയ കവാടങ്ങൾ തുറന്നിരിക്കുന്നു. അതിലെല്ലാ കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. അതല്ലാതെ അള്ളാഹു പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളുടെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നവരാകരുത്. നിങ്ങൾ രാവിലെ സെഹരി കഴിക്കുകയും വൈകുന്നേരം നോമ്പ് തുറക്കുകയും രാവും പകലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്മകൾ ചെയ്യുന്നുമില്ലെങ്കിൽ ഈ പട്ടിണി കിടക്കുന്നതും ദാഹം സഹിക്കുന്നതും മുഴുവൻ ദിവസവും അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതും നിങ്ങൾക്കും ഒരു പ്രയോജനവും നൽകുന്നില്ല. അള്ളാഹുവിന് നിങ്ങൾ ഈ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ഒരു കാര്യവുമില്ല താനും. ഈ സന്ദേശം നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് കിട്ടിയത്. ആയതിനാൽ നമ്മൾ അതിന്റെ ആത്മാവിനെ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ കഴിച്ചു കൂട്ടേണ്ടതും അനിവാര്യമാണ്. അതാണ് റമദാന്റെ ഉദ്ദേശം. ഞാൻ തിലാവത്ത് ചെയ്ത ആയത്ത് റമദാന്റെ അനിവാര്യതയും കൽപ്പനകളും നോമ്പിന്റെ പ്രാധാന്യവും വിവരിക്കുന്നതിന്റെ ഇടയിലുള്ള ഒരായത്താകുന്നു. ഈ ആയത്തിൽ അള്ളാഹു ദുആ സ്വീകാര്യതയുടെ രീതി, അഥവാ ആരുടെ ദുആകളാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്നു. ഇബാദുർ റഹ്മാനായ ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇബാദുർ റഹ്മാൻ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നു. സാത്താന്റെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച്, ദുആ സ്വീകാര്യത ദൃശ്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും പറയുന്നു. അള്ളാഹു അതിന്റെ തുടക്കം ഇങ്ങനെയാണ് പറയുന്നത്: അല്ലയോ റസൂൽ, എന്റെ ദാസന്മാർ നിന്നോട് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ ദൈവം എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ, ഒരു പ്രേമിയെപ്പോലെ അസ്വസ്ഥനായി അന്വേഷണം നടത്തുമ്പോൾ, അള്ളാഹു അവനെ കരസ്ഥമാക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്താൻ അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ, അള്ളാഹു പറയുന്നു, അവരോട് പറയുക, നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട്. ആദ്യത്തെ കാര്യം, അല്ലെങ്കിൽ ആദ്യത്തെ നിബന്ധന, അള്ളാഹുവിന് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദാസൻ ആകണമെന്നാണ് പറയുന്നത്. മനുഷ്യൻ അള്ളാഹുവിന്റെ ദാസനാകുന്നതിനുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവനായി തീർന്നാൽ അള്ളാഹു പറയുന്നു, ഞാൻ അവന്റെ വിളിയും കേൾക്കുന്നു, അവന്റെ സാത്താനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്യുന്നു. സാത്താൻ എപ്പോൾ ആക്രമിക്കാൻ വന്നാലും ഞാൻ സഹായിക്കാൻ എത്തുന്നതാണ്. കേവലം വർഷത്തിലെ ഒരു മാസത്തിൽ റമദാനിൽ മാത്രമല്ല, മറിച്ച് എപ്പോഴും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. പക്ഷേ ഒരു നിബന്ധന, എന്റെ ദാസ്യത്വത്തിന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവനാകണം. എന്റെ കൽപ്പനകൾ ശാശ്വതമായി അംഗീകരിക്കുകയും വേണം. കേവലം റമദാൻ മാസത്തിൽ മാത്രം നന്മകൾ അനുഷ്ഠിച്ചാൽ പോരാ, മറിച്ച് അള്ളാഹുവിനോടുള്ള കടമകളും ദാസന്മാരോടുള്ള കടപ്പാടുകളും യഥാവിധി ചെയ്തുകൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കുകയും വിശ്വാസത്തെ ദൃഢപ്പെടുത്തുകയും വേണം. അള്ളാഹു പറയുന്നു, എന്റെ എല്ലാ ഗുണവിശേഷങ്ങളിലും
പരിപൂർണമായ ദൃഢജ്ഞാനവും വിശ്വാസവും വേണം. പിന്നെ നോക്കുക, എങ്ങനെയാണ് ദുആ സ്വീകാര്യതയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്ന്. തങ്ങളുടെ ജീവിതങ്ങളെ ഈ രീതിയിൽ ആക്കുന്നവർ മാത്രമാണ് ശരിയായ നേർമാർഗവും സന്മാർഗവും പ്രാപിച്ചവർ. ആയതിനാൽ നമ്മളുടെ സൗഭാഗ്യവാന്മാർ റമളാനെ തങ്ങളുടെ ദുആകളുടെ സ്വീകാര്യതയ്ക്കുള്ള ശാശ്വത മാർഗമാക്കുന്നവരാണ്. അവർ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായി തീരുന്നവരാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നവരാണ്. അവർ തങ്ങളുടെ വിശ്വാസത്തെ പരിപൂർത്തീകരിക്കുന്നവരാണ്. നമുക്ക് ഈ കാലഘട്ടത്തിലെ ഇമാമിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധനായ പ്രേമി ഹദ്റത്ത് മസീഹ് മൗഊദ് മഹദി മൗഊദ് അലൈഹിസ്സലാമിനെ സ്വീകരിക്കാൻ അവസരം തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സൗഭാഗ്യമാകുന്നു. അദ്ദേഹം നമുക്ക് അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള മാർഗങ്ങളും ദുആ സ്വീകാര്യതയുടെ വഴികളും പറഞ്ഞു തന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരു സന്ദർഭത്തിൽ പറയുന്നു, പ്രതാപവാനായ അള്ളാഹു തന്റെ സൃഷ്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഒരേ ഒരു വാതിലേ തുറന്നിട്ടുള്ളൂ, അതായത് ദുആ. ഒരു വ്യക്തി കരഞ്ഞു വിലപിച്ചുകൊണ്ട് ഈ കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ ആ ഔദാര്യവാനായ നാഥൻ അവന് പരിശുദ്ധിയുടെയും പവിത്രതയുടെയും പുതപ്പ് അണിയിക്കുന്നു. തന്റെ മഹത്വത്തിന്റെ മേൽക്കോയ്മ അവനിൽ എത്രമാത്രം പ്രകടമാക്കുന്നുവെന്നാൽ ആ വ്യക്തി അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വ്യർത്ഥമായ നീക്കങ്ങളിൽ നിന്നും ബഹുകാതം ദൂരേക്ക് ഓടിമറയുന്നു. തുടർന്ന് ദുആ സ്വീകരിക്കപ്പെടുന്നതിന് ഏതെല്ലാം അവസ്ഥയാണ് ഉണ്ടാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളത് എന്നും ദുആ സ്വീകാര്യതയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത് എന്നും അള്ളാഹുവിന്റെ ദാസനായി തീരുന്നതിന് അനിവാര്യമായിട്ടുള്ളത് എന്തെല്ലാമാണെന്നും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, കർമ്മങ്ങൾ ഉപയോഗപ്പെടുത്താത്തവൻ ദുആ ചെയ്യുന്നില്ല എന്നും മറിച്ച് അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ് എന്നുമാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ദുആ ചെയ്യുന്നതിന് മുമ്പേ തന്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. അതുതന്നെയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ദുആയുടെ അർത്ഥവും. പറയുന്നു, ഏറ്റവും ആദ്യം അനിവാര്യമായിട്ടുള്ളത് മനുഷ്യൻ തന്റെ വിശ്വാസപരമായ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുക എന്നതാണ്. തന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളെയും നോക്കുക. കാരണം അള്ളാഹുവിന്റെ സ്വഭാവം ഇസ്ലാഹ് അഥവാ നന്മകൾക്ക് അനുസൃതമായിട്ടുള്ളതാണ് ഉണ്ടാകുന്നത്. അവൻ എന്തെങ്കിലും കാരണമുണ്ടാക്കി നന്മയ്ക്ക് അവസരമുണ്ടാക്കുന്നു. ദുആ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാമഗ്രികൾക്ക് എന്ത് പ്രസക്തി എന്ന് പറയുന്നവർ ഈ അവസ്ഥയെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതാണ്. സാമഗ്രികളുടെ ആവശ്യം എന്താണ്? ദുആ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കർമ്മങ്ങൾ ആവശ്യമില്ല എന്നും സാമഗ്രികളുടെ കാര്യമില്ല എന്നും പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നും കരുതുന്നു. അദ്ദേഹം പറയുന്നു, വിവരദോഷികളായ ആളുകൾ ദുആ സ്വയം തന്നെ ഒരു ഗോപ്യമായ മാർഗമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മറ്റ് സാമഗ്രികളെയും വഴികളെയും ഉണ്ടാക്കുന്നു. ദുആ സ്വയം മറിഞ്ഞിരിക്കുന്ന ഒരു കാരണമാകുന്നു. അത് മറ്റ് കാരണങ്ങളെ സംജാതമാക്കുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ ദുആ സ്വീകാര്യതയ്ക്ക് അള്ളാഹുവിന്റെ ദാസനായി തീരേണ്ടത് അനിവാര്യമാകുന്നു. മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അവന്റെ അനുഗ്രഹം തേടേണ്ടതാണ്. അനുഗ്രഹം എന്തെന്നാൽ കരഞ്ഞു വിലപിച്ചുകൊണ്ട് അവന്റെ ദാസന്മാരിൽ ഉൾപ്പെടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. തന്നെയും അവൻ തന്റെ ദാസന്മാരിൽ ഉൾപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യേണ്ടതാണ്. അതായത് വിശ്വാസപരമായും കർമ്മപരമായും അള്ളാഹുവിന്റെ ആത്മാർത്ഥരായ അടിയാറുകളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അവൻ ദുആ ചെയ്യുന്നതിനു മുമ്പേ തന്റെ കർമ്മങ്ങളെയും അള്ളാഹുവിന്റെ പ്രീതിക്കനുസൃതമാക്കി മാറ്റാൻ ശ്രമിക്കുകയും വേണം. വിശ്വാസം ചഞ്ചലപ്പെടാത്ത ദാസന്മാരിൽ ഉൾപ്പെടേണ്ടതാണ്. അത് ഉറച്ചതും സുദൃഢവുമായിരിക്കണം. അവർ ഉറച്ച് വിശ്വസിക്കുന്നത്
അള്ളാഹുവിന് മൺതരിയെപ്പോലും സ്വർണമാക്കാൻ കഴിവുണ്ടെന്നാണ്. അവൻ വളരെ വഴിതെറ്റിയവരെ പോലും തൻ്റെ ദാസനാക്കുവാൻ കഴിവുള്ളവനാണ്. അവർക്ക് വഴി കാണിക്കുകയും പിന്നെ അള്ളാഹുവിലേക്ക് നീങ്ങാനുള്ള വഴികളിൽ തന്നെ നടക്കുന്നവരാക്കുകയും വേണം. ഈ വിഷയത്തെയും അള്ളാഹു വിശുദ്ധ ഖുറാനിൽ വിവരിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ മാർഗത്തിൽ ചരിക്കാൻ ജിഹാദ് ചെയ്യുന്നവർക്ക് ഞാൻ എൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. അതായത് നമ്മെ കണ്ടുമുട്ടുന്നതിന് പരിശ്രമിക്കുന്നവർക്ക് തീർച്ചയായും നാം നമ്മുടെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ്. ചുരുക്കത്തിൽ ഈ റമദാൻ മാസം പ്രത്യേകമായും ഈ ജിഹാദിന്റെ മാസമാകുന്നു. ഇതിൽ നമ്മൾ ഉൾപ്പെടാനും അള്ളാഹുവിന്റെ താമിപ്യം കരസ്ഥമാക്കിയ ആളുകളിൽ, അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഉൾപ്പെടാനും, അള്ളാഹു ദുആകൾ സ്വീകരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാനും, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവരിൽ ഉൾപ്പെടാനും, അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളിലും പൂർണ്ണമായ വിശ്വാസവും ദൃഢജ്ഞാനവും ഉള്ളവരിൽ ഉൾപ്പെടാനും, യഥാർത്ഥ സന്മാർഗം സിദ്ധിച്ചവരിൽ ഉൾപ്പെടാനും, ശൈത്താൻ സദാസമയവും ബന്ധനസ്ഥാനാക്കപ്പെട്ട ആളുകളിൽ ഉൾപ്പെടാനും പരിശ്രമിക്കേണ്ടതാണ്. പക്ഷേ അള്ളാഹുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ അതിനുവേണ്ടി നമുക്കാദ്യം ഒരു ജിഹാദ് അനിവാര്യമാണ്. നമ്മുടെ അവസ്ഥകളെ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് മാറ്റേണ്ടത് അനിവാര്യമാണ്. ഇത് സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ നമുക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, തന്റെ എല്ലാ ബുദ്ധിയും ശക്തിയും ആത്മാർത്ഥതയും മുഖേന അള്ളാഹുവിനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് പോലെ തികച്ചും അലംഭാവത്തോടു കൂടി അലസത കാണിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കാൻ എങ്ങനെ കഴിയും? ഇതേ കാര്യത്തിലേക്ക് മറ്റൊരു സ്ഥലത്ത് സൂചന നൽകിക്കൊണ്ട് അള്ളാഹു പറയുന്നു, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് തീർച്ചയായും നാം നമ്മുടെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ്. ചുരുക്കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, അലംഭാവവും മനസ്സതിയും കാണിക്കുന്നവരെ തങ്ങളുടെ എല്ലാ ശക്തികളും കഴിവുകളും ഉപയോഗിച്ച് അള്ളാഹുവിനെ പ്രാപിക്കാൻ ജിഹാദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്താൻ സാധ്യമല്ല. ചില ആളുകൾ ചോദിക്കുന്നു, കത്തുകളിൽ എഴുതുകയും ചെയ്യുന്നു, ഞങ്ങൾ വളരെ ദുആ ചെയ്യുന്നു, എങ്കിലും ഞങ്ങളുടെ ഉദ്ദേശത്തിന് വിജയിക്കാൻ കഴിയുന്നില്ല. ആയതിനാൽ ഈ പറയുന്നവരാണ് തെറ്റിലുള്ളത്. അള്ളാഹു ഒരിക്കലും തെറ്റില്ലല്ല. മനുഷ്യൻ തന്റെ ഭാഗത്ത് നിന്ന് വളരെ ഉന്നതമായ നിലവാരത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ അതിലും കുറവുണ്ടായിരിക്കാം. അവൻ ഇനിയും ജിഹാദ് ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാകാം. പിന്നെ തന്റെ പ്രാർത്ഥനയുടെ രീതിയെക്കുറിച്ചും നോക്കേണ്ടത് അനിവാര്യമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നത്, തന്റെ എല്ലാ ബുദ്ധിയും ശക്തിയും ആത്മാർത്ഥതയും മുഖേന അന്വേഷിക്കുന്നവനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, നാം തീർച്ചയായും അവനെ നമ്മുടെ മാർഗങ്ങളിൽ നടത്തുന്നതാണ്. ചുരുക്കത്തിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബുദ്ധിക്കനുസൃതമായി, നമ്മുടെ എല്ലാ കഴിവുകൾക്കും അനുസൃതമായി അള്ളാഹുവിന്റെ കൽപ്പനയായ വൽ യസ്തജീബു ലീ, അതായത് എന്റെ കാര്യങ്ങൾക്ക് അവർ ലബ്ബൈക്ക് പറയുന്നതാണ് എന്നത് പ്രകാരം പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പൂർണ്ണമായ ആത്മാർത്ഥതയോടും കൂറോടും കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുമാണ്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അള്ളാഹു ഞങ്ങളുടെ ദുആകൾ കേട്ടില്ല എന്ന് പരാതി പറയാൻ പാടില്ല. ആകയാൽ ദുആ സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പേ തങ്ങളുടെ അവസ്ഥകളെ മാറ്റുകയും അള്ളാഹുവിലേക്ക് പദമൂന്നുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ജിഹാദ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ദാസൻ ജിഹാദിനെ ഏത് പാരമ്യതയിൽ എത്തിക്കാനാണ്? അള്ളാഹു തന്റെ ദാസനോട് എത്രമാത്രം കരുണയുള്ളവനാണെന്നാൽ അവന്റെ ചെറിയ പരിശ്രമത്തെ പോലും ജിഹാദായി ഗണിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു. അവന്റെ റഹ്മാനിയത്ത്
എല്ലാ വസ്തുവിനെയും വലയം ചെയ്തിരിക്കുന്നതിനാൽ ദാസന്റെ ജിഹാദും എളുപ്പമുള്ളതായി തീരുന്നു, അതിനെ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയുന്നു, ദാസൻ എന്നിലേക്ക് ഒരു ചുവട് വെക്കുമ്പോൾ ഞാൻ അവനിലേക്ക് 2 ചുവട് വെക്കുന്നു. അവൻ അവനിലേക്ക് കൂടുതൽ അടുക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നു. ചുരുക്കത്തിൽ അള്ളാഹു നമ്മോട് ഇത്രയധികം കരുണയുള്ളവനാണ്. പക്ഷേ ആത്മാർത്ഥതയും കൂറുമാണ് നിബന്ധനയായിട്ടുള്ളത്. അതല്ലാതെ റമദാനിൽ ഞങ്ങൾ നമസ്കരിക്കുമെന്നും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അള്ളാഹുവിനുള്ള കടമകൾ നിറവേറ്റുമെന്നും ദാസന്മാരോടുള്ള കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കുമെന്നും വാദിക്കുകയും റമദാനിൽ അതെല്ലാം ചെയ്യുന്നുമുണ്ടാകാം. എന്നാൽ റമദാൻ കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനെയും അവന്റെ കൽപ്പനകളെയും മറക്കുന്നു. ഭൗതികത നമുക്ക് മേൽ ആധിപത്യം പുലർത്തുന്നു. ആയതിനാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ പരാതി, അതായത് അള്ളാഹു തന്നെ വിളിക്കുന്നവരുടെ വിളി കേൾക്കുന്നു എന്ന് പറയുന്നു, ഞാൻ റമദാനിൽ അള്ളാഹുവിനെ ഒരുപാട് വിളിച്ചെങ്കിലും എന്റെ ദുആകൾ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹുവിൽ നിന്നൊരു കാര്യവും മറിഞ്ഞിരിക്കുന്നില്ല എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ്. അവനറിയാം, മനുഷ്യൻ തന്റെ കൂറും ശബ്ദവും പൂർത്തിയാക്കാമെന്ന് നേരത്തെയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പിന്നെ ലംഘിച്ചു. ഇപ്പോൾ അവൻ റമദാനിൽ മാത്രം നന്മകളിലേക്ക് ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ആളുകളോട് അവൻ അവന്റെ സൗകര്യം പോലെ പെരുമാറുന്നു. എങ്കിലും ചിലപ്പോൾ യാത്രക്കാരുടെയും ചില ദുആകളും അള്ളാഹു സ്വീകരിക്കാറുണ്ട്. അള്ളാഹു ദുആ സ്വീകരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവർ അള്ളാഹുവിലേക്ക് എപ്പോഴും കുനിയുന്നതിനും വേണ്ടിയാണിത്. അള്ളാഹു ദാസന്മാരോടൊരിക്കലും അനീതി കാണിക്കുന്നില്ല. അവൻ എപ്പോഴും തന്റെ സ്നേഹത്തിന്റെ വടിത്തട്ടിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അവന് തന്റെ ദാസൻ തന്റെ അടുത്തേക്ക് വരുമ്പോൾ ആത്മാർത്ഥമായി അവന്റെ കാര്യങ്ങൾ അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടാകുന്നുവെന്നാൽ അത്രയും സന്തോഷം ഒരു മാതാവിന് തന്റെ നഷ്ടപ്പെട്ട കുട്ടിയെ കിട്ടുമ്പോഴോ മരുഭൂമിയിൽ തന്റെ സാധന സാമഗ്രികളുമായി നഷ്ടപ്പെട്ട ഒട്ടക തിരിച്ചു കിട്ടുമ്പോൾ ഒരു വഴിപോക്കനോ ഉണ്ടാകുന്നില്ല. ചുരുക്കത്തിൽ ഇത്തരം ഉദാഹരണങ്ങൾ നമുക്ക് തന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന് അത്രയും സന്തോഷമുണ്ടാകുന്നു. പക്ഷേ നമ്മൾ തന്നെയാണ് അള്ളാഹുവിന്റെ കടമകൾ നിർവഹിക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നത്. പിന്നെ അള്ളാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നില്ല എന്ന് നാം പരാതിയും പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നിലയ്ക്കും നമ്മെ സംബന്ധിച്ച് അവലോകനം നടത്തേണ്ടതുണ്ട്. ഈ റമദാനെ അള്ളാഹുവിനെ പ്രാപിക്കുന്നതിനുള്ള മാർഗമാക്കാൻ അവന്റെ ആജ്ഞകൾക്കനുസരിച്ച് ചരിക്കുന്നതിന് പൂർണ്ണമായി ശ്രമിക്കാനും എത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും എത്ര നീണ്ട കാലം നമുക്ക് ജിഹാദ് ചെയ്യേണ്ടി വന്നാലും അള്ളാഹുവിന്റെ സ്നേഹവും സാമീപ്യവും കരസ്ഥമാക്കുന്നതിന് വേണ്ടി നാം ജിഹാദ് ചെയ്തേ കൊണ്ടേയിരിക്കാനും നമ്മുടെ വിശ്വാസങ്ങളെ ഏറ്റവും സുദൃഢമാക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കാൻ ശപഥം ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ദുആ സ്വീകാര്യത്തിൽ അത്ഭുതങ്ങൾ കാണുന്നവരായി മാറും. ഇത് വെറും വാക്കുകളല്ല, മറിച്ച് ഈ സ്ഥാനം കരസ്ഥമാക്കിയവരുമുണ്ട്, ഇപ്പോഴും കരസ്ഥമാക്കുന്നവരുമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഈ ആയത്ത് അവതരിച്ചിട്ട് 1300 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ ആയത്തിലെ വിഷയമനുസരിച്ച് ഈ കാലഘട്ടത്തിനിടയിൽ പരിശ്രമങ്ങൾ നടത്തിയവരെല്ലാം ലനഹ്ദിയന്നഹും എന്ന വാഗ്ദാനത്തിൽ പങ്കുപറ്റിയവരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും ഭാഗവാക്കാകുന്നു, മേലിലും അങ്ങനെ തന്നെ സംഭവിക്കും. ആയതിനാൽ നമ്മൾ പരിശ്രമിക്കേണ്ടത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ഭാഗവാക്കാകാനാണ്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ജിഹാദിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കാനുള്ള ജിഹാദിലും വിശുദ്ധ ഖുർആന്റെ 700-ലധികം കൽപ്പനകൾക്ക് അനുസൃതമായി മുന്നേറാനുള്ള ജിഹാദിലും വിശ്വാസം പൂർത്തീകരിക്കാനുള്ള ജിഹാദിലും അള്ളാഹുവിന്റെ സിഫത്തുകളെ സ്വായത്തമാക്കാനുള്ള ജിഹാദിലും
ഒരിക്കലും കുറവ് വരുത്താൻ പാടില്ല. നമ്മുടെ ഓരോ ചുവടും നന്മയിലേക്ക് മുന്നേറാനുള്ള ചുവടായിരിക്കണം. ഈ റമദാൻ നമ്മുടെ ഈ ജിഹാദിനുള്ള നാഴികക്കല്ലായി മാറണം. ഈ വിഷയത്തെ ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ മറ്റു ചില ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ വിവരിക്കാം. ഈ വിഷയം കൂടെ കൂടെ കേട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഒരു വലിയ വിപ്ലവം നമുക്ക് ലോകത്തുണ്ടാക്കാൻ കഴിയുന്നതാണ്. ആ മഹാത്മാവ് പറയുന്നു, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വ്യക്തമായും കാണാൻ കഴിയുന്നത് നമ്മുടെ ഓരോ കർമ്മത്തിനും ഒരു പരിണിതഫലം തീർച്ചയായും ഉണ്ടാകുന്നു എന്നാണ്. ഈ പരിണിതഫലം അല്ലാഹുവിന്റെ കർമ്മമാകുന്നു. അതേപോലെ തന്നെ ദീനിനെ സംബന്ധിച്ചും ഇതേ നിയമമാണുള്ളത്. അള്ളാഹു 2 ഉദാഹരണങ്ങളിലൂടെ വ്യക്തമായും പറയുന്നു, വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലനാ ഫലമ്മാ സാഗൂ അസാഗല്ലാഹു ഖുലൂബഹും. അതായത് അള്ളാഹുവിനെ അന്വേഷിക്കുന്നതിൽ പൂർണ്ണമായും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കർമ്മത്തിന് തീർച്ചയായും നമ്മുടെ പ്രതിപ്രവർത്തനം നാം അവർക്ക് നമ്മുടെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നതാണ്. എന്നാൽ വക്രത സ്വീകരിക്കുകയും നേർമാർഗത്തിൽ ചരിക്കാൻ ആഗ്രഹിക്കാതിരിക്കുകയുമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതിപ്രവർത്തനം നാം അവരുടെ ഹൃദയങ്ങളെ വക്രമാക്കും എന്നതാണ്. ചുരുക്കത്തിൽ ഇതിനെ മറ്റൊരു രീതിയിൽ മഹാത്മാവ് വിവരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ നമ്മുടെ മാർഗം കരസ്ഥമാക്കുന്നതിന് ജിഹാദ് ചെയ്തുകൊണ്ട് നമ്മുടെ അനുഗ്രഹം പ്രാപിക്കുന്നുവെങ്കിൽ ഓർക്കുക, അതിന്റെ നേരെ വിപരീതമായ അവസ്ഥ എന്തെന്നാൽ, അതായത് നമ്മുടെ മാർഗത്തിൽ ചരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയവും വക്രമാകുന്നതാണ്. ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സാത്താന്റെ മടിത്തട്ടിലേക്ക് വീഴുന്നതാണ്. സാത്താന്റെ മടിത്തട്ടിൽ വീഴുന്ന മനുഷ്യൻ പിന്നെ അവന്റെ ഈ ലോകവും അവന്റെ പര്യവസാനവും രണ്ടും മോശമാക്കുന്നവനായി മാറുന്നു. ആയതിനാൽ ഈ നിർദ്ദേശത്തിൽ സന്തോഷ വാർത്ത നൽകുന്നതോടൊപ്പം മറുഭാഗത്ത് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇനി മറ്റൊരു സ്ഥലത്ത് മഹാത്മാവ് വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ പലതരം അവസ്ഥകളും സംജാതമായി കൊണ്ടിരിക്കുന്നു. അവസാനം അല്ലാഹു ശുദ്ധമനസ്കരായ ആളുകളുടെ ദൗർബല്യങ്ങളെ അകറ്റുന്നു. പരിശുദ്ധിയുടെയും നന്മയുടെയും ശക്തി ഔദാര്യമെന്ന നിലയ്ക്ക് നൽകുകയും ചെയ്യുന്നു. പിന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അനിഷ്ടകരമായതെല്ലാം അയാളുടെ ദൃഷ്ടിയിലും വെറുക്കപ്പെട്ടതായിരിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗങ്ങളെല്ലാം അയാൾക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ അതിനുശേഷം ദൗർബല്യമില്ലാത്ത വിധം ഒരു ശക്തി അയാൾക്ക് ലഭിക്കുന്നതാണ്. അയാൾക്ക് ലഭ്യമാകുന്ന ആവേശത്തിന് ശേഷം അലസത ഉണ്ടാകുന്നതല്ല. അയാൾക്ക് നൽകപ്പെടുന്ന തക്കവയ്ക്ക് ശേഷം പാപം ഉണ്ടാകുന്നതല്ല. ഔദാര്യവാനായ നാഥൻ അവനോട് സംപ്രീതനാകുന്നു, അതിനുശേഷം വഴിതെറ്റുന്നതല്ല. പക്ഷേ ഈ അനുഗ്രഹം വളരെ ശേഷമാണ് ലഭ്യമാകുന്നത്. തുടക്കത്തിൽ മനുഷ്യൻ തന്റെ ന്യൂനതകൾ കാരണം ഒരുപാട് ഇടർച്ചകൾ അനുഭവിക്കുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് അവൻ വീഴുന്നു. പക്ഷേ അവസാനം അവൻ സത്യസന്ധനാണെന്ന് കാണുമ്പോൾ ഒരു ഉന്നത ശക്തി അവനെ വലിക്കുന്നു. അതായത് അല്ലാഹുവിന്റെ ശക്തി അവനെ തന്നിലേക്ക് വലിച്ചഴിപ്പിക്കുന്നു. ഇതിലേക്ക് സൂചന നൽകിക്കൊണ്ട് അല്ലാഹു പറയുന്നു, വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബലന. അറബിയിൽ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, നുസബ്ബിതുഹും അലൽ തഖ്വ വൽ ഈമാൻ വനഹ്ദിയന്നഹും സുബുൽ മുഹബ്ബത്തി വൽ ഇർഫാൻ വസനയസ്റുഹും ലിഫഅലിൽ ഖൈറാത്തി വതർക്കിൽ ഇസ്യാൻ. അതായത് നാം അവരെ തഖ്വയിലും ഈമാനിലും ഉറപ്പിച്ചു നിർത്തുന്നതാണ്. തീർച്ചയായും അവർക്ക് സ്നേഹത്തിന്റെയും മാരിഫത്തിന്റെയും വഴികളിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. അവർക്ക് സൽപകർമ്മങ്ങൾ ചെയ്യാനും പാപങ്ങൾ ഉപേക്ഷിക്കാനും തൗഫീക്ക് നൽകുന്നതുമാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വല്ലദീന ജാഹദൂ ഫീന എന്നതിനെ ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഉപദേശങ്ങൾ നൽകുകയും
വിജ്ഞാനത്തിന്റെയും ദിവ്യജ്ഞാനത്തിന്റെയും കവാടങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ പ്രകൃതത്തിന്റെ നഖചിത്രം വിവരിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യന് ഒരവസ്ഥയിൽ തന്നെ സ്ഥിരമായി നിൽക്കാൻ സാധ്യമല്ല. കയറ്റിറക്കങ്ങൾ മനുഷ്യ പ്രകൃതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ശുദ്ധ പ്രകൃതമുള്ള ആൾ തന്റെ ദൗർബല്യാവസ്ഥയിലും പാഠം ഉൾക്കൊള്ളുന്നു, പശ്ചാത്താപവും പാപപ്രതിയും തേടുന്നു, അള്ളാഹുവിന് മുന്നിൽ കുനിയുന്നു. തന്റെ ന്യൂനതകൾ ലജ്ജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അന്വേഷണത്തിന് ജിഹാദ് ചെയ്യാൻ നിൽക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം വിജൃംഭിതമാവുകയും അവന്റെ പൊറുമ ആവേശത്തിലാവുകയും അവൻ തന്റെ ദാസനിലേക്ക് ഓടി വരികയും അവനിൽ പരിശുദ്ധവും നന്മയുമുള്ള ശക്തികൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മനുഷ്യരിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധിക്കും നന്മയ്ക്കുമുള്ള ശക്തി ഉണ്ടാകുമ്പോൾ പിന്നെ അവന്റെ ഓരോ കർമ്മവും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതായി തീരുന്നു. എല്ലാത്തരം ന്യൂനതകളിൽ നിന്നും മലഭാവത്തിൽ നിന്നും അവൻ പരിശുദ്ധനാക്കപ്പെടുന്നു. അവൻ തക്കവയിൽ ചരിക്കുന്നവനായി മാറുന്നു. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. അവൻ അള്ളാഹുവിന് പ്രീതി സമ്പാദിക്കുന്ന മനുഷ്യനായി മാറുന്നു. പിന്നെ അവനിൽ നിന്നൊരിക്കലും തന്നെ അള്ളാഹുവിനെ നീരസപ്പെടുത്തുന്ന തെറ്റുകൾ ഉണ്ടാകുന്നതല്ല. ആ മഹാത്മാവ് പറയുന്നു, എന്നാൽ ഓർക്കുക, ഈ അവസ്ഥ കരസ്ഥമാക്കുന്നതിന് സ്ഥായി ഭാവത്തോടു കൂടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. താൽക്കാലിക ശ്രമമല്ല, സ്ഥായിയായ ശ്രമം അനിവാര്യമാണ്. പിന്നെ ഈ നന്മകളുടെയും ദുആകളുടെയും സ്വീകാര്യതയുടെയും ദൃശ്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതാണ്. മറ്റൊരിടത്ത് പറയുന്നു, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നാം നമ്മുടെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ്. പറയുന്നു, ഇതൊരു വാഗ്ദാനമാണ്. ഇവിടെ ഒരു ദുആയും നമുക്ക് പഠിപ്പിച്ചു തന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ആയതിനാൽ ഓരോ വ്യക്തിയും ഇതിനെ മുൻനിർത്തി നമസ്കാരത്തിൽ കരഞ്ഞു ദുആ ചെയ്യേണ്ടതാണ്. പുരോഗതിയും ഉൾക്കാഴ്ചയും ലഭിച്ചവരുടെ ഗണത്തിൽ ഉൾപ്പെടാനും ഈ ലോകത്ത് നിന്ന് ഉൾക്കാഴ്ചയില്ലാത്തവനും അന്ധനായ നിലയിലും എഴുന്നേൽപ്പിക്കപ്പെടാതിരിക്കാനുമുള്ള അഭിലാഷം വെച്ച് പുലർത്തേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ സ്ഥാനം കരസ്ഥമാക്കുന്നതിന് അള്ളാഹു തന്റെ ദാസന് തന്റെ മാർഗങ്ങളിലേക്ക് മാർഗദർശനം നൽകുന്നു. ഈ ഒരു ദുആയും അനിവാര്യമാണ്. സൂറ ഫാത്തിഹയിൽ ഓതുമ്പോൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് കൂടെ ചൊല്ലേണ്ടതാണ്. ഖാദിയാനിലുള്ള ഒരാൾ ഒരു സംഭവം വിവരിക്കുന്നു. അതിൽ ഒരു നല്ല വ്യക്തിയുടെ നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നു. നിവേദകൻ പറയുന്നു, ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ഒരു സഹാബി മസ്ജിദ് മുബാറക്കിന്റെ മൂലയിൽ നിന്ന് കരയുകയായിരുന്നു. വളരെ ഭയഭക്തിയും തേങ്ങലുമൊക്കെ ഉണ്ടായിരുന്നു. കുറെ നേരമായി കൈകെട്ടി നിൽക്കുന്നു. നിവേദകൻ പറയുകയാണ്, ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുന്നുമുണ്ട്. അതെന്താണെന്ന് നോക്കണമെന്ന് എനിക്ക് ജിജ്ഞാസയായി. അദ്ദേഹം കൂടെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. ഏങ്ങരടിച്ച് കരയുന്നുമുണ്ട്. ചുരുക്കത്തിൽ ഈ ദുആ മനുഷ്യൻ തന്റെ സന്മാർഗത്തിന് വേണ്ടി കൂടുതലായി ചൊല്ലേണ്ടതാണ്. വീണ്ടും ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം പറയുന്നു, സത്യഹൃദയത്തോടെയും സതുദ്ദേശത്തോടെയും അള്ളാഹുവിന്റെ മാർഗങ്ങൾ അന്വേഷിക്കുന്നവർക്ക് സന്മാർഗത്തിന്റെയും ദിവ്യജ്ഞാനത്തിന്റെയും മാർഗങ്ങൾ തുറന്നു കൊടുക്കും എന്നത് അള്ളാഹുവിന്റെ സത്യസന്ധമായ വാഗ്ദാനമാകുന്നു. അവൻ പറയുന്നു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. അതായത് ആരാണോ നമ്മളിൽ ആയിക്കൊണ്ട് പരിശ്രമിക്കുന്നത് അവർക്ക് നാം നമ്മുടെ മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്നു. നമ്മളിൽ ആയിക്കൊണ്ട് എന്നതിന്റെ വീക്ഷ തികച്ചും ആത്മാർത്ഥമായും സതുദ്ദേശത്തോടെയും ദൈവിക അന്വേഷണം തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട്, അതായത് അള്ളാഹുവിനെ തന്നെ പ്രാപിക്കുക എന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. ഒരുപാട് ഭൗതിക ലക്ഷ്യവും ഉണ്ടാകരുത്.
യഥാർത്ഥ ലക്ഷ്യം അല്ലാഹുവായിരിക്കണം. ആത്മാർത്ഥമായ അല്ലാഹുവിനെ പ്രാപിക്കാനുള്ള ഉദ്ദേശമായിരിക്കണം. അതായത് പറയുന്നു, ആരെങ്കിലും പരിഹാസത്തിന്റെയും അപഹാസ്യത്തിന്റെയും വഴിയിൽ പരീക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ദൗർഭാഗ്യവാനും ഉപേക്ഷിക്കപ്പെട്ടവനായി മാറും. പറയുന്നു, നിങ്ങൾ ഈ പരിശുദ്ധ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യഹൃദയത്തോടെ പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയുമാണെങ്കിൽ അവൻ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു. എന്നാൽ അള്ളാഹുവിനെ ഗൗരവിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിരാശ്രയനുമാണ്. പിന്നെ അള്ളാഹുവിനും നിങ്ങളെ പരിഗണിക്കേണ്ട ഒരു കാര്യവുമില്ല. വീണ്ടും പറയുന്നു, ഭൗതികമായ കച്ചവടങ്ങളിലെല്ലാം തന്നെ ആദ്യം മനുഷ്യൻ എന്തെങ്കിലും ചെയ്യേണ്ടതായി വരുന്നു. ഭൗതികമായ കച്ചവടങ്ങൾ എന്തു തന്നെയായാലും ആദ്യം മനുഷ്യന് പരിശ്രമിക്കേണ്ടി വരുന്നു. ഭൗതിക പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുക. ഈ മാതൃക തന്നെയാണ് ലോകത്ത് കാണാൻ കഴിയുന്നത്. അവൻ തന്റെ കൈകാലുകൾ ചലിപ്പിക്കുമ്പോൾ അള്ളാഹുവും അനുഗ്രഹം ചൊരിയുന്നു. ഇതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉന്നതി പ്രാപിക്കുന്നവരും പരിശ്രമിക്കുന്നവരുമാണ്. അതുകൊണ്ട് പറയുന്നു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അതായത് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. കാരണം പരിശ്രമം തന്നെയാണ് വിജയങ്ങളിലേക്കുള്ള വഴി. ചുരുക്കത്തിൽ ഭൗതിക കാര്യങ്ങൾ കരസ്ഥമാക്കുന്നതിന് നാം നമ്മുടെ പരിശ്രമങ്ങളെ പാരമ്യത്തിലെത്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി, പ്രാപിക്കാനുള്ള മാർഗങ്ങൾക്ക് വേണ്ടി പരമാവധി ശ്രമിക്കുന്നില്ല? നമ്മൾ എന്തെങ്കിലും വായ കൊണ്ട് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിനെ കിട്ടണമെന്നും നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടണം എന്നും എന്തുകൊണ്ടാണ് കരുതുന്നത്? ആയതിനാൽ ഇവിടെ വീണ്ടും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. തങ്ങളുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നവർ ആദ്യം സ്വയം തങ്ങളെ തന്നെ വിലയിരുത്തേണ്ടതാണ്. അതല്ലാതെ അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള വഴി എളുപ്പമുള്ളതും ഭൗതിക സാമഗ്രികൾ കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന ശബ്ദം മുൻവെക്കുകയുമാണെങ്കിൽ അത് സാധ്യമല്ല. ഈ നിയമം തന്നെയാണ് എല്ലാ ഭാഗത്തുമുള്ളത്. അള്ളാഹുവിനെ പ്രാപിക്കാൻ പരിശ്രമം അനിവാര്യമാണെന്ന വിഷയത്തെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം മറ്റെടുത്ത് പറയുന്നു, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർ നേർമാർഗത്തിൽ എത്തിച്ചേരുന്നതാണ്. വിത്ത് വിതയ്ക്കാതെ കണ്ട പരിശ്രമവും വെള്ളം നനയ്ക്കലും അനുഗ്രഹരഹിതമാണെന്നതുപോലെ ഇതും അനുഗ്രഹരഹിതമാകുന്നു. മറിച്ച് സ്വയം ഇല്ലാതായി തീരുന്നു. അതുപോലെ നിങ്ങളും ഈ അധ്യാപനത്തെ എല്ലാ ദിവസവും ഓർക്കാതിരിക്കുകയും അള്ളാഹുവേ ഞങ്ങളുടെ സഹായി ആകണമേ എന്ന് ദുആ ചെയ്യുകയുമാണെങ്കിൽ ദൈവിക അനുഗ്രഹം ഇറങ്ങുന്നതല്ല, മറിച്ച് ദൈവിക സഹായം കൂടാതെ മാറ്റങ്ങൾ സംഭവിക്കുന്നതുമല്ല. ചുരുക്കത്തിൽ ഇതൊരു ദൈവിക പ്രകൃതി നിയമമാകുന്നു. അള്ളാഹുവിനെ പ്രാപിക്കുന്നതിനും ഇത് അനിവാര്യമാണ്. ഒരു ബുദ്ധിമാനായ കർഷകൻ വിത്ത് വിതച്ചതിന് ശേഷം വെറുതെ ഇരിക്കുന്നില്ല. അതേപോലെ ഇവിടെയും മനുഷ്യൻ കേവലം വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി മാറിയിരിക്കുകയാണെങ്കിൽ ഒന്നും നേടുന്നതല്ല, മറിച്ച് പരിശ്രമിക്കുകയും തന്റെ വിശ്വാസത്തിന്റെ ചെടികളെ സംരക്ഷിക്കുകയും വേണം. വീണ്ടും പറയുന്നു, അള്ളാഹുലേക്ക് തിരിയുമ്പോൾ അള്ളാഹുവും അവനിലേക്ക് തിരിയുന്നതാണ്. ഇവിടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള സംഗതി ദുആയാകുന്നു. തന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വരുത്താതിരിക്കുക എന്നതാണിത്. പിന്നെ അവന്റെ ഈ ശ്രമം അതിന്റെ പാരമ്യതയിലെത്തുമ്പോൾ അവൻ ദൈവിക പ്രകാശത്തെ കാണുന്നതാണ്. വല്ലദീന ജാഹദൂ ലനഹ്ദിയന്നഹും സുബുലന എന്നതിൽ ഇക്കാര്യത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് പറയുന്നു, പരിശ്രമത്തിന് ഉത്തരവാദിത്വം യഥാവിധി നിർവഹിക്കേണ്ടതാണ്. ഇതല്ലാതെ 20 അടി കുഴിച്ചാൽ വെള്ളം കിട്ടുമെങ്കിൽ കേവലം 2 അടി കുഴിച്ച് പരാജയപ്പെടുന്നതും 20-30 അടി കുഴിച്ചാൽ 2-3 അടി കുഴിച്ചതിന് ശേഷം
ക്ഷീണിച്ച് മാറിയിരുന്നാൽ വെള്ളം കിട്ടുന്നതുമല്ല. പറയുന്നു, എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയത്തിൻ്റെതായ പേര് ക്ഷീണിച്ചു പോകരുത് എന്നതാണ്. മാത്രമല്ല, അള്ളാഹു ഈ ഉമ്മത്തിന് വാഗ്ദാനം നൽകിയിരിക്കുന്നത്, ആരെങ്കിലും പൂർണ്ണമായ നിലയിൽ ദുആ ചെയ്യുകയും മനഃശുദ്ധി കൈവരിക്കാൻ പരിശ്രമിക്കുകയുമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ എല്ലാ വാഗ്ദാനങ്ങളും അവനു വേണ്ടി നിറവേറ്റപ്പെടുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണമായും സന്നദ്ധനായി ദുആ ചെയ്യുകയും മനഃശുദ്ധി കൈവരിക്കാൻ പരിശ്രമിക്കുകയുമാണെങ്കിൽ അവനു വേണ്ടി വിശുദ്ധ ഖുർആനിലെ സകല വാഗ്ദാനങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്നതാണ്. എന്നാൽ അതിനെതിരെ നിൽക്കുകയാണെങ്കിൽ അവൻ നഷ്ടപ്പെടുത്തുന്നവൻ തന്നെയായിരിക്കും. കാരണം അല്ലാഹുവിന്റെ അസ്തിത്വം അഭിമാനിയാകുന്നു. അവൻ തീർച്ചയായും അവനിലേക്ക് ഒരു വഴി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ കവാടങ്ങൾ വളരെ ഇടുങ്ങിയതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കയ്പുള്ള വെള്ളം കുടിക്കുന്നവർ മാത്രമേ അകത്തെത്തുകയുള്ളൂ. പരിശ്രമിക്കേണ്ടതായി വരും. പറയുന്നു, ജനങ്ങൾ ഭൗതിക ചിന്തയിൽ പ്രയാസങ്ങൾ സഹിക്കുന്നു. എത്രത്തോളം എന്നാൽ ചിലർ അതിനെ നശിപ്പിച്ച് കളയുന്നു. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ഒരു മുള്ളു കുത്തുന്നത് പോലും സഹിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതുവരെ അവനിൽ നിന്ന് സത്യസന്ധതയുടെയും സഹനത്തിന്റെയും കൂറിന്റെയും അടയാളങ്ങൾ വെളിപ്പെടുന്നില്ലയോ, അതായത് ദാസനിൽ നിന്ന് സത്യസന്ധതയുടെയും സഹനത്തിന്റെയും കൂറിന്റെയും അടയാളങ്ങൾ വെളിപ്പെടുത്താത്തിടത്തോളം മറുഭാഗത്ത് അഥവാ അള്ളാഹുവിൽ നിന്നും കാരണത്തിന്റെ അടയാളങ്ങളും വെളിപ്പെടുന്നതല്ല. പറയുന്നു, പിന്നെ എങ്ങനെയാണ് മറുഭാഗത്ത് നിന്ന് കാരണത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെടുക? ചുരുക്കത്തിൽ ഈ തങ്ങൾ ഒരുപാട് ദുആ ചെയ്തു, പക്ഷെ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്. അതായത് അവർ അള്ളാഹുവിനെ നിർബന്ധിക്കുകയാണ്. ഞങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ അള്ളാഹുവിനടുത്തേക്ക് വരുന്നതാണ്. ഞങ്ങൾ ആവശ്യമുള്ള സമയത്ത് വരുന്നതാണ്. ഞങ്ങൾ എങ്ങനെ പറഞ്ഞാലും എങ്ങനെ ആഗ്രഹിച്ചാലും ദുആ സ്വീകരിക്കപ്പെടണം. നൗദുബില്ല. അള്ളാഹു ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങണം. ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, എന്നാൽ ഈ കാര്യം ഭൗതികമായ നിയമങ്ങളിലും ബന്ധങ്ങളിലും പോലും ഇങ്ങനെയല്ലെന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്നിരിക്കെ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആഗ്രഹിച്ചാലും ആകണമെന്നും ഒരു പരിശ്രമവും കൂടാതെ ഉണ്ടാകണമെന്നും എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്നത്? ചുരുക്കത്തിൽ ഇവിടെ പറയുന്നതും ഇത് തന്നെയാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് വരികയാണെങ്കിൽ അവന്റെ സ്നേഹദൃശ്യങ്ങൾ കാണാവുന്നതാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, ഓർക്കുക, വിശ്വാസം കൂടാതെയുള്ള കർമ്മങ്ങൾ വെള്ളമില്ലാത്ത തോട്ടം പോലെയാകുന്നു. അരുവികളും വെള്ളവുമില്ലാത്ത തോട്ടം പോലെ വെച്ചുപിടിപ്പിക്കുന്ന ഉടമസ്ഥൻ അതിന്റെ ജലസേചനത്തിന് ശ്രമിക്കുന്നില്ലെങ്കിൽ അതൊരു ദിവസം ഉണങ്ങിപ്പോകുന്നതാണ്. ഇത് തന്നെയാണ് വിശ്വാസത്തിന്റെയും അവസ്ഥ. വല്ലദീന ജാഹദൂ ഫീന, അതായത് നിങ്ങൾ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങരുത്, മറിച്ച് ഈ മാർഗത്തിൽ വലിയ വലിയ പരിശ്രമങ്ങൾ അനിവാര്യമാണ്. മനസ്സിനെ ചെടിയുമായാണ് ഉപമിച്ചിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, വൽയൂമിനൂ ബി, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കേണ്ടതാണ്. ഈമാൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അള്ളാഹുവിനോടുള്ള കടമകളും ദാസന്മാരുടെ കടപ്പാടുകളും നിറവേറ്റിക്കൊണ്ട് അള്ളാഹുവിൽ യഥാവിധി വിശ്വസിക്കുക എന്നതാണ്. അള്ളാഹു വിശ്വാസത്തിന്റെ തോട്ടത്തെ പരീക്ഷിക്കാനും പരിപാലിക്കാനും തന്റെ ദാസന്മാരോട് പറയുന്നു. നമുക്കറിയാം, നമ്മുടെ വീടുകളിലും ചെടികളെ നാം കൃത്യമായി നോക്കുകയും അവയെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അവ ഉണങ്ങിപ്പോകുന്നതാണ്. എന്നിരിക്കെ വിശ്വാസത്തിന്റെ തോട്ടത്തെ നമുക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കാതെ വിട്ടുകളയാൻ കഴിയുക? ഇനി മറ്റു തരത്തിൽ ഹദരത്ത് മസീഹ് ഇസ്ലാം ഈ വിഷയത്തെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അള്ളാഹു പറയുന്നു, നമ്മുടെ മാർഗത്തിൽ അത്യുദ്ധാനം ചെയ്യുന്നവർ വഴികളിൽ കണ്ടെത്തുന്നതാണ്. ഇതിന്റെ അർത്ഥം ഈ മാർഗത്തിൽ പ്രവാചകനോടൊപ്പം ചേർന്ന് പരിശ്രമിക്കണമെന്നാണ്.
1-2 മണിക്കൂറിന് ശേഷം ഓടിപ്പോകുന്നത് ആകരുത്. അതൊരു യോദ്ധാവിന് ചേർന്നതല്ല, മറിച്ച് ജീവൻ നൽകാൻ തയ്യാറാവുക എന്നതാണ് അവന്റെ ജോലി. ആയതിനാൽ മുത്തക്കീയുടെ അടയാളം സ്ഥൈര്യമാകുന്നു. അതുകൊണ്ട് നാം നമ്മുടെ പയ്യത്തിൽ നമ്മൾ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന് ശപഥം ചെയ്തവരാണ്. പിന്നെ ഈ പ്രതിജ്ഞയിൽ നിലനിൽക്കുന്നതിന് അനിവാര്യമായിട്ടുള്ളത് എന്തെന്നാൽ ഈ കാര്യത്തെ മുന്തിക്കുന്നതിനാണ് ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് നോക്കേണ്ടതാണ്. പിന്നെ അതിൽ സ്ഥായി ഭാവത്തോടെ നിലകൊള്ളേണ്ടതുമാണ്. വീണ്ടും പറയുന്നു, ഒരു വ്യക്തി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവന്റെ മാർഗങ്ങൾ അന്വേഷിക്കാൻ പരിശ്രമിക്കുകയും ഈ കാര്യത്തിലുള്ള കുരുക്കുകൾ അഴിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയുമാണെങ്കിൽ അള്ളാഹു തന്റെ നിയമം അനുസരിച്ച് വല്ലദീന ജാഹദൂ ലനഹ്ദിയന്നഹും സുബലന, അതായത് നമ്മളിൽ ആയിക്കൊണ്ട് പരിശ്രമിക്കുന്നവരെ നാം നമ്മുടെ മാർഗങ്ങളിൽ വഴി നടത്തുന്നതാണ് എന്നതനുസരിച്ച് അവരെ കൈപിടിച്ച് വഴി കാണിക്കുകയും അവർക്ക് മനസ്സമാധാനം നൽകുകയും ചെയ്യുന്നു. മനസ്സ് അന്ധകാരത്തിലും നാവ് പ്രാർത്ഥനയിൽ ഭാരമനുഭവിക്കുകയുമാണെങ്കിൽ, വിശ്വാസം ശിർക്കിലും അനാചാരത്തിലും മലീവസമാണെങ്കിൽ പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അത്തരം അന്വേഷണത്തിന്റെ ഫലമായി എങ്ങനെയാണ് നന്മകൾ സ്വായത്തമാവുക? അതിനാൽ നാം സ്വയം കണക്കെടുപ്പ് നടത്തുകയും അള്ളാഹുവിന്റെ മാർഗങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ ഹൃദയങ്ങൾ പൊയ് ദൈവങ്ങളിൽ നിന്ന് തികച്ചും വിമുക്തമാവുകയും ആണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. തുടർന്ന് പശ്ചാത്താപത്തിന്റെയും പൊറുക്കലിനെ തേടുന്നതിലേക്കും ശ്രദ്ധ തിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള വഴികളാകുന്നു. അള്ളാഹു പറയുന്നു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലന, അവന്റെ മാർഗത്തിലേക്ക് പൂർണ്ണമായും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യുന്നതാണ്. അള്ളാഹു ആരോടും പിശുക്ക് കാണിക്കുന്നില്ല. പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിന്നും നമുക്ക് ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്റെ ദയയുടെയും കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും ഔദാര്യങ്ങളുടെയും ഗുണവിശേഷങ്ങൾ വിവരിക്കുകയും റഹ്മാൻ പരമകാരുണികൻ ആണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. മറുഭാഗത്ത് പറയുന്നു, ഇന്ന ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലന, തന്റെ അനുഗ്രഹത്തെ പരിശ്രമവും അധ്വാനവും അനിശ്ചിതമാണെന്ന് പറയുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ സഹാബാക്കളുടെ കർമ്മരീതി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയും ഉത്തമ ഉദാഹരണവുമാകുന്നു. സഹാബാക്കളുടെ ജീവിതത്തിൽ പരിചിന്തനം നടത്തി നോക്കുക. അവർ കേവലം സാധാരണ നമസ്കാരങ്ങൾ കൊണ്ടാണോ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരുന്നത്? അല്ല, മറിച്ചവർ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവനെ പോലും പരിഗണിച്ചില്ല. ആടുമാടുകളെപ്പോലെ ദൈവിക മാർഗത്തിൽ ബലിയാക്കപ്പെട്ടു. അപ്പോഴാണ് അവർക്ക് ഉന്നത സ്ഥാനം കരസ്ഥമായത്. പറയുന്നു, ഒരുപാട് ആടുകളെ നാം കണ്ടിട്ടുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് ഒരു ഊത്തുകൊണ്ട് അവർക്ക് ഉന്നത സ്ഥാനം കിട്ടണമെന്നും അർശുമായി ബന്ധമുണ്ടാകണമെന്നുമാണ്. ഇത് പക്ഷേ സാധ്യമല്ല. അള്ളാഹു റഹീമും കരീമുമാണെന്ന് ശരി തന്നെ. പക്ഷേ അതോടൊപ്പം അവൻ സമ്പൂർണ്ണ ഈമാനുള്ളവർക്ക് വേണ്ടി ഒരു നിബന്ധനയും വെച്ചിരിക്കുന്നു. അതായത് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതാണ്. തുടർന്ന് അള്ളാഹുവരുടെ സ്ഥാനം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. സ്വീകാര്യതയുടെ ദൃശ്യങ്ങളും അവർ കാണുന്നതാണ്. സഹാബാക്കൾ കണ്ടതുപോലെ അള്ളാഹുവിന്റെയും റഹ്മാനിയത്തിന്റെയും റഹീമിയത്തിന്റെയും ദൃശ്യങ്ങൾ അവർ നേരത്തെ ഇതിലും അധികം കാണുന്നതാണ്. അവർ അള്ളാഹുവിന്റെ സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങിയവരാണ്. അതിന് തത്തുല്യമായത് കാണാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് അവർ സ്വർഗത്തിന്റെയും ദൈവപ്രീതിയുടെയും സുവാർത്ത കിട്ടുന്നവരായി തീർന്നത്. വീണ്ടും പറയുന്നു, അള്ളാഹുലായിക്കൊണ്ട് അള്ളാഹുവിനെ
കരസ്ഥമാക്കുന്നതിനുള്ള വ്യഗ്രതയും യാചനയിലും പരിശ്രമിക്കുന്നവർക്ക് അവരുടെ കഠിനാധ്വാനവും പരിശ്രമവും നഷ്ടമാകുന്നതല്ല. തീർച്ചയായും അവർക്ക് മാർഗദർശനം അഥവാ സന്മാർഗദർശനം നൽകപ്പെടുന്നതാണ്. ആരെങ്കിലും സത്യസന്ധമായും ആത്മാർത്ഥമായും അള്ളാഹുവിലേക്ക് ചുവടുവെച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ശ്രമമാണത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. സത്യാന്വേഷണത്തിൽ സത്യസന്ധമായ ആഗ്രഹവും ദാഹവും തന്റെ ഉള്ളിലുണ്ടാകണം. അറിവുകൾ വിശാലമാകുന്നതിന് അള്ളാഹു പറഞ്ഞിട്ടുള്ള വഴികളെ സ്വായത്തമാക്കണം. അള്ളാഹുവിനെ അവഗണിക്കുന്നവനെ അള്ളാഹുവും അവഗണിക്കുന്നതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, മനസ്സുകൾക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും വേണം. നമസ്കാരത്തിൽ ദുആകൾ ചെയ്യുക, അപ്പോഴും സദക്കകളും ഖൈറാത്തുക്കളും മറ്റുപായങ്ങളും മുഖേന വല്ലദീന ജാഹദൂ ഫീനയിൽ ഭാഗവാക്കാകുവിൻ. രോഗി വൈദ്യന്റെ അടുത്ത് പോകുമ്പോൾ മരുന്ന് കുടിക്കുകയും വിശ്രമിക്കുകയും രക്തമെടുക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും രോഗശാന്തിക്ക് വേണ്ടി എല്ലാത്തരം ഉപായങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്നു. അതേപോലെ തങ്ങളുടെ ആത്മീയ രോഗങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി എല്ലാ നിലക്കും ശ്രമിക്കേണ്ടത് നാവും വെറും നാവ് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞ എല്ലാ കൽപ്പനകളിലും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ അള്ളാഹുവിനെ പ്രാപിക്കുന്നതിന് ഈ മാർഗങ്ങളെല്ലാം തുറന്നിരിക്കുന്നു. പിന്നെ ദുആയിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു. ആ മഹാത്മാവ് പറയുന്നു, മനുഷ്യൻ ഇഹലോകത്തെ എത്രത്തോളം മോശമായി കാണുന്നു എന്നാൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ ജീവിതം തന്നെയാണ് എല്ലാം എന്ന് കരുതി പോകരുത്, മറിച്ച് ഈ ജീവിതം താൽക്കാലികമാണ്. ഈ ഭൗതിക ജീവിതം മോശമാണെന്ന് മനസ്സിലാക്കുക. ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഉപായങ്ങൾ യഥാവിധി ചെയ്യുമ്പോൾ, സത്യസന്ധമായ രീതിയിൽ ദുആകൾ ചെയ്യുമ്പോൾ അവസാനം അല്ലാഹു അയാൾക്ക് മോക്ഷം നൽകുന്നതാണ്. അവൻ പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. കാരണം പ്രാർത്ഥനയും ഒരു നിസ്സാര സംഗതിയല്ല, മറിച്ച് അതും ഒരു തരം മരണം തന്നെയാകുന്നു. മനുഷ്യൻ ഈ മരണത്തെ വരിക്കുമ്പോൾ അള്ളാഹു കുറ്റങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് മരണഹേതുവായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അവനൊരു പരിശുദ്ധ ജീവിതം നൽകുന്നതാണ്. പറയുന്നു, ഒരുപാട് ആളുകൾ പ്രാർത്ഥനയെ ഒരു നിസ്സാര സംഗതിയാണെന്ന് കരുതുന്നു. ഓർക്കുക, ദുആ എന്ന് പറഞ്ഞാൽ നിസ്സാരമായി നമസ്കരിക്കുകയും കൈയുയർത്തിയിരിക്കുകയും വായിൽ വരുന്നതെല്ലാം പറയുകയും ചെയ്യുന്നതല്ല. ഈ കോട്ട യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. കാരണം ഈ ദുആ കേവലം ഒരു മന്ത്രം പോലെയാണ്. അതിൽ മനസ്സ് ഭാഗവാക്കാകുന്നില്ല. അതിൽ അല്ലാഹുവിന്റെ ശക്തി പ്രഭാവങ്ങളുടെ ഒരു വിശ്വാസവും ഉണ്ടായിരിക്കുന്നതല്ല. ഓർക്കുക, ദുആ ഒരു മരണമാകുന്നു. മരണസമയത്തുണ്ടാകുന്ന വെപ്രാളവും പിടയലും ദുആ ചെയ്യുന്ന സമയത്തും അത്തരം വെപ്രാളവും ആവേശവും പിടയിലും ദുആ ചെയ്യുന്ന ആൾക്ക് സമയത്തും അത്തരം വെപ്രാളവും ആരോഗ്യവും പിടയിലും ദുആ ചെയ്യുന്ന സമയത്തും അനിവാര്യമാണ്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ പൂർണ്ണമായ വെപ്രാളവും യാചനയും ഉണ്ടാകാത്തിടത്തോളം കാര്യങ്ങൾ നടക്കുന്നതല്ല. ആയതിനാൽ രാത്രികളിൽ എഴുന്നേറ്റ് വളരെ താഴ്മയോടെ കരഞ്ഞുകൊണ്ടും വിലപിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ സവിധത്തിൽ തന്റെ പ്രയാസങ്ങൾ സമർപ്പിക്കുക. ഈ ദുആകളെ മരണത്തിന്റെ അവസ്ഥ വരെ എത്തിക്കുക. അപ്പോൾ ദുആ സ്വീകാര്യയുടെ തലത്തിലേക്ക് എത്തുന്നതാണ്. പറയുന്നു, ഇക്കാര്യം കൂടി ഓർമ്മ വയ്ക്കുക. ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ദുആ മനുഷ്യന്റെ തിന്മകളിൽ നിന്ന് പരിശുദ്ധരാകാൻ ദുആ ചെയ്യുക എന്നതാണ്. എല്ലാ ദുആകളുടെയും അടിസ്ഥാനവും ഭാഗവും
ഇതുതന്നെയാകുന്നു. കാരണം ഈ ദുആ സ്വീകരിക്കപ്പെടുകയും മനുഷ്യൻ എല്ലാതരം അശുദ്ധികളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പരിശുദ്ധനായി ദൈവസൃഷ്ടിയിൽ പരിശുദ്ധനായി തീരുകയുമാണെങ്കിൽ പിന്നെ മറ്റ് അത്യാവശ്യങ്ങൾക്കുള്ള ദുആകൾ, അതായത് മനുഷ്യന്റെ മറ്റ് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുആകൾ അവൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവ സ്വയമേവ സ്വീകരിക്കപ്പെടുന്നതാണ്. എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ദുആ തന്നെയാണ് വളരെ പ്രയാസമേറിയതും പരിശ്രമാർഹവുമായ ദുആ. ഏറ്റവും വലിയ ദുആ മനുഷ്യൻ തന്റെ തിന്മകളിൽ നിന്ന് പരിശുദ്ധനാകുന്നതിന് വേണ്ടിയും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ മുത്തക്കിയും വിശുദ്ധനും ആകുന്നതിന് വേണ്ടിയും ഉള്ളതാണ്. ഈ വെൻഡിങ് ചെയ്തു വന്ന ദുആയാണ്. അതായത് ആദ്യം മനുഷ്യ ഹൃദയത്തിലുള്ള ആവരണങ്ങൾ അകറ്റപ്പെടേണ്ടത് അനിവാര്യമാകുന്നു. പിന്നെ മറ്റ് ആവരണങ്ങൾ അകറ്റപ്പെടുന്നതിന് മുമ്പേ അതുപോലുള്ള പരിശ്രമവും പ്രയാസവും അനുഭവിക്കേണ്ടി വരുന്നതല്ല. കാരണം അല്ലാഹുവിന്റെ അനുഗ്രഹം അവനോടൊപ്പം ചേർന്നുകൊണ്ട് ആയിരക്കണക്കിന് തിന്മകളെ സ്വയം അകറ്റുന്നതാണ്. ഉള്ളിൽ പരിശുദ്ധിയും പവിത്രതയും ഉണ്ടാക്കുകയും അള്ളാഹുമായി സത്യസന്ധമായ ബന്ധവും ഉടലെടുക്കുകയുമാണെങ്കിൽ പിന്നെ അള്ളാഹു സ്വയം അവന്റെ സംരക്ഷകനും സഹായിയും ആയി മാറുന്നു. അവൻ അള്ളാഹുവിനോട് ഏതെങ്കിലും കാര്യം ചോദിക്കുന്നതിന് മുമ്പേ അള്ളാഹു സ്വയം അവനു വേണ്ടി അത് പൂർത്തീകരിക്കുന്നതാണ്. ഇത് വളരെ സൂക്ഷ്മമായ ഒരു രഹസ്യമാകുന്നു. അതാണ് ഇവിടെ തുറക്കുന്നത്. ഈ രഹസ്യം മനുഷ്യൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയാലല്ലാതെ അവനിത് മനസ്സിലാക്കാനും സാധ്യമല്ല. എന്നാൽ ഇതൊരു മഹത്തായ പരിശ്രമത്തിന് അനിവാര്യമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രാർത്ഥനയ്ക്കും ഒരു പരിശ്രമം അനിവാര്യമാണ്. ദുആയിൽ അലംഭാവം കാണിക്കുകയാണെങ്കിൽ, അതിൽ നിന്നും വിദൂരപ്പെടുകയാണെങ്കിൽ അള്ളാഹു അത്തരം ആളെ ഗൗനിക്കുന്നതല്ല. വിദൂരതയിൽ നിന്ന് വിദൂരമാവുകയും ചെയ്യുന്നു. ധൃതിയും സമത്വര പരിപാടികളും ഇവിടെ പ്രയോജനം നൽകുന്നതല്ല. അള്ളാഹു തന്റെ അനുഗ്രഹങ്ങളാൽ എന്തെങ്കിലും നൽകുകയും താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് കിട്ടാത്തതിൽ പരാജയപ്പെടുകയും ദുർധാരണ വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നതിന് ഭൂഷണമല്ല. മറിച്ച് സ്ഥായിയായി സഹനത്തോടുകൂടി ചോദിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് ഈ കാര്യങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാന് നമ്മുടെ അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാകുന്നതിന് നിമിത്തമാക്കട്ടെ. അവന്റെ കാര്യങ്ങളിൽ കർമ്മം ചെയ്യുന്നവരാക്കുമാറാകട്ടെ. അവനിൽ പൂർണ്ണ വിശ്വാസം ഉള്ളവരാക്കുമാറാകട്ടെ. ദുആ സ്വീകാര്യത ദൃശ്യങ്ങൾ നമുക്കും കാണിച്ചു തരുമാറാകട്ടെ. ഈ അവസ്ഥ എപ്പോഴും നിലനിൽക്കുമാറാകട്ടെ. റമദാന് ശേഷവും നമ്മൾ അള്ളാഹുവിന്റെ ആത്മാർത്ഥദാസന്മാരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായി മാറട്ടെ. അള്ളാഹു നമുക്ക് അവന്റെ മാർഗങ്ങൾ കാണിച്ചു തരികയും നാം അവയിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എപ്പോഴും അവന്റെ സ്നേഹദൃഷ്ടി നമ്മിൽ പതിയുമാറാകട്ടെ. നമ്മൾ കാലത്തിന്റെ ഇമാമിനോട് ചെയ്ത ബയ്യത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരായി മാറട്ടെ. അള്ളാഹു നമുക്ക് കാലത്തിന്റെ ഇമാമിനെ സ്വീകരിക്കുന്നതിന് സൗഭാഗ്യം നൽകിയത് ഈ അനുഗ്രഹത്തിൽ നിന്ന് നമ്മെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. അള്ളാഹു നമ്മുടെ എതിരാളികളുടെയും ശത്രുക്കളുടെയും ദ്രോഹങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ദുആകൾ സ്വീകരിച്ചുകൊണ്ട് ശത്രുക്കളുടെ ദ്രോഹങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചറിയിപ്പാറാകട്ടെ. ജമാഅത്തിന്റെ പുരോഗതിക്കുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ റമദാനെ തങ്ങളുടെ സ്വീകാര്യോഗ്യമായ ദുആകൾക്കുള്ള നിമിത്തമാക്കി മാറ്റുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിന്റെ അവസ്ഥയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക.
അള്ളാഹു ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും തങ്ങളുടെ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ തിരിച്ചറിയാൻ അവർക്ക് ബുദ്ധി നൽകുകയും ചെയ്യുമാറാകട്ടെ. ജുമാക്ക് ശേഷം ഞാൻ MTA ഒരു സൈറ്റും തുറക്കുന്നതാണ്. അത് MTA ഇന്റർനാഷണൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈറ്റാണ്. അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 313 ബദരി സഹാബാക്കളെ കുറിച്ചുള്ള എന്റെ ജുമാ ഖുതുബകളെ ഒരിടത്ത് സ്വരുക്കൂട്ടിയിരിക്കുന്നു. ഈ വെബ്സൈറ്റിൽ ഖുതുബ ജുമാകൾ കാണുന്നതോടൊപ്പം ബദരി സഹാബാക്കളെ കുറിച്ചുള്ള പ്രൊഫൈലുകളും വായിക്കാവുന്നതാണ്. കാണുകയും വായിക്കുകയും ചെയ്ത് അത്രയും ഭാഗം ബുക്ക് മാർക്ക് ചെയ്യാനും കഴിയും. അതുകൂടാതെ ഓരോ സഹാബിയെക്കുറിച്ചും ചോദ്യോത്തര രൂപത്തിൽ പ്രശ്നോത്തരിയുമുണ്ട്. വെബ്സൈറ്റിൽ ബന്ധപ്പെട്ട പ്രയോജനപ്രദമായ രീതിയിലുള്ള നഖചിത്രങ്ങളുമുണ്ട്. 3 പേരുകളുടെയും പ്രയാസമുള്ള വാക്കുകളുടെയും അറബി ഉച്ചാരണവും കേൾക്കാവുന്നതാണ്. ഇത് ഇതുവരെ അപ്ലോഡ് ചെയ്ത വിവരങ്ങൾക്ക് പുറമെ മേലിൽ ഉണ്ടാകാനിടയുള്ള വിവരണങ്ങളും വീഡിയോകളും എല്ലാ ആഴ്ചയും ഇതിൽ നൽകുന്നതാണ്. ഈ വെബ്സൈറ്റിന്റെ അഡ്രസ് ഇപ്രകാരമാകുന്നു: www.313.companions.org. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ഇത് ഞാൻ തുറക്കുന്നതാണ്. അള്ളാഹു ഇതിനെയും ജനങ്ങളുടെ പ്രയോജനത്തിന് നിമിത്തമാക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.